ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 കർക്കിടക മാസം 24-ാം തീയതി, അതായത് 2017 ഓഗസ്റ്റ് മാസം 9-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം ചതയമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ സമ്മാനിക്കുവാനായി നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെയും ആദരവോടുകൂടിയും തന്നെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ആലുവയിൽ നിന്ന് രേവതി നമ്പ്യാർ എഴുതുന്നു. മകൾ MBBSന് ലാസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. വളരെ നന്നായി പഠിച്ചു വന്നിരുന്ന കുട്ടിയാണ്. എല്ലാ വിഷയങ്ങൾക്കും ടോപ്പായിരുന്നു അവൾ. പക്ഷേ ഈ വർഷം അവൾക്ക് പഠനത്തിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി 6 മാസം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. മകൾ ആ സമയം വളരെ ഡിപ്രഷനിലായിരുന്നു. അതെല്ലാം മാറി വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ പഠന സംബന്ധമായിട്ടാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ജാതകം ചേർക്കുന്നു. കർക്കടകക്കൂറാണ്, അതായത് കർക്കടക രാശിയാണ്. പുണർതം ലാസ്റ്റ് 15 നാഴിക പൂയം ആയില്യം ചേരുന്ന 2 നക്ഷത്രത്തിൽ അടങ്ങുന്നതാണ് കർക്കടക രാശി. ഈ രാശിയാണ് മിസ്റ്റർ നമ്പ്യാറുടെ മകൾക്ക് വ്യാഴഗ്രഹം 3-ാം ഭാവത്തിൽ 2016 സെപ്റ്റംബർ മുതൽ 2017 സെപ്റ്റംബർ 12 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ വ്യാഴഗ്രഹത്തിൻ്റെ ദോഷമായ പ്രവർത്തനം ഏവർക്കും ആ വ്യാഴം 3-ലെ ദോഷഫലങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പഠിക്കുന്നത് വിദ്യാർത്ഥി എന്നുള്ള ആ കാലഘട്ടത്തിൽ പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയുക എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഈ വ്യാഴഗ്രഹം 3-ാം ഭാവത്തിൽ നിൽക്കുമ്പം കോൺസെൻട്രേഷൻ വളരെ കുറയും. അതുമൂലം വിദ്യാഭ്യാസത്തിന് തകരാറുകൾ സംഭവിക്കും. മുടിഞ്ഞ വാഴും മാനം പോവും മുറവിളി കൂട്ടും മരണം കായ്ക്കും. മരണദുഃഖമോ മരണവേർപാടോ ഇൻറ്റിമേറ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോ ഏറ്റവും വലിയ ഉറ്റവരോ ഉടയവരോ സഹായിയോ വാഗ്ദാനം ചെയ്തവരോ സഹായിക്കേണ്ടവരോ മിത്രമോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ടോ ഇവരുടെ മരണം സംബന്ധിച്ച് ഒരു ദുഃഖം ഈ രാശിക്കാർക്ക്, അത് പ്രായമായിരുന്നാലും പ്രായം വളരെ കുറഞ്ഞിരുന്നാലും കൊച്ചുകുട്ടികളായിരുന്നാലും എല്ലാം ഉണ്ടാവും. മരണത്തെ മുന്നിൽ കാണുന്ന ഒരു ഭയാനക നിമിഷങ്ങൾ, മരണം കേട്ടിട്ടുള്ള വേദനകൾ, മരണത്തെ ചൊല്ലിയുള്ള പലപാലാമ കൊള്ളേണ്ട രംഗങ്ങൾ, മാതാപിതാക്കളുടെ വേർപാട് അല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥാന്തര വിശേഷം, പലരുമായി വേർപെടാനുള്ള വ്യഗ്രതയോ സാഹചര്യമോ വിധിയോ, മാനാഭിമാനം പോകുന്ന സംഭവങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിൽ മാർക്ക് കുറയുകയോ തോൽവിയോ ഉണ്ടാവും. അല്ലെങ്കിൽ അറ്റപ്പറ്റ ജയിച്ചു എന്ന് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള മാർക്കില്ല. ഇതൊക്കെ വരുന്ന ഒരു കാലഘട്ടങ്ങളാണ് 2017 സെപ്റ്റംബർ മധ്യം വരെ. അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർക്ക്, ഈ കർക്കടക രാശിക്കാർക്ക് മാനാഭിമാനം പോകുന്ന ചില ദുർനിമിഷങ്ങൾ വന്നു ചേരുകയോ ചില പ്രത്യേക വീക്ക്നെസ് ടൈം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ദുർബല നിമിഷങ്ങൾ വന്നു ചേരുകയോ ചെയ്ത അബദ്ധത്തിലും അമളിയിലുമൊക്കെ സ്വമേധയാ ചാടാം. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായി എന്ന് കഴിഞ്ഞ കാലഘട്ടത്തിലെ അവസ്ഥ വെച്ച് പകരം വീട്ടാനായിട്ട് രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ലൊരു ആയുധമായി ഈ സമയം യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ശത്രുക്കളെല്ലാം കൂടെ ഏകീകരിപ്പിച്ചും കൊണ്ട് എതിർക്കാനായിട്ട് ഒരു പറ്റം ആളുകൾ എപ്പോഴും ഉന്നതന്മാർക്ക് ഈ കാലഘട്ടം ഉണ്ടാവും. അല്ലെ ഏതെങ്കിലും തരത്തിൽ മരം പോവും മുഖവിളി കൂട്ടും മരണം കായ്ക്കും, പല പ്രധാന വിഷയങ്ങൾക്കും മാർക്ക് കുറയും, കുറ്റാരോപിതമാവും, മാതാപിതാക്കൾ ശകാരിക്കും, നിനക്ക് നല്ല വാക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ, എന്ത് പറ്റി, അതാണ് ഇതാണ്. ചില കുട്ടികൾക്ക് ഈ സമയത്ത് ഈ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായി മനസ്സ് പഠിത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്ധമായ സ്നേഹബന്ധത്തിലേക്ക് തിരിഞ്ഞു പോകും. അതിൻ്റെ വരുമരായികളൊന്നും നോക്കാതെ. ഏതായിരുന്നാലും 2018 വരെ, അതായത് 2017 സെപ്റ്റംബർ മുതൽ ഇതിൽ നിന്ന് രക്ഷാമാർഗങ്ങൾ ഉണ്ടാവും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. പഠിക്കണം, വിജയിക്കണം. മരിച്ചുപോയവർ പോട്ടെ, അതോർത്ത് വിഷമിക്കേണ്ട. പഠിച്ചില്ലേ ലൊക്കില്ല, അല്ലെങ്കിൽ വീണ്ടും തോൽവികളിലേക്ക് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ ഉത്സാഹങ്ങൾ
ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരും. വരുന്ന സെപ്റ്റംബർ മാസം പകുതി മുതൽ കഴിഞ്ഞു പോയ ദുഃഖങ്ങൾ ഉണങ്ങുന്ന മുറിവുകളായി മാറും. പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളും ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടും. അതിലേക്ക് മനസ്സ് താല്പര്യത്തിലേക്ക് വരും. പഠനത്തിൽ കുറേ കൂടെയൊക്കെ ശ്രദ്ധകൾ വരും. മാർക്കുകൾ കൂടും. പോയ വിഷയങ്ങളോ തോറ്റ വിഷയങ്ങളോ എഴുതിയെടുക്കാൻ സാധിക്കും. ആ മൗനവും മന്ദതയും മാറും. അതുപോലെ തന്നെ ഏകാഗ്രതയിൽ നിന്നും കുറച്ചുകൂടി ജനകീയമായിട്ട് ചിന്തിക്കാനും ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേരാനും ഒക്കെയുള്ള സാധിക്കും. ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരും. ഡിപ്രഷൻ, ആൻസൈറ്റീസ്, അനീസ്നസ് മുതലായതൊക്കെ മാറി കിട്ടും. മനസ്സിനൊക്കെ സന്തോഷവും കാര്യങ്ങളൊക്കെ വരും. 2018 സെപ്റ്റംബർ മുതൽ നല്ല കാലമാണ്. നല്ല ഹൈ മാർക്കൊക്കെ കിട്ടാനും ഒക്കെ ഉള്ള യോഗങ്ങളുണ്ട്. ഈ രാശിക്കാർക്ക് പൊതുവേ അടുത്ത 2 കൊല്ലത്തേക്ക് മോശമാണ്. അതിൽ സെപ്റ്റംബർ പകുതി വരെ അത്യധികം ദോഷവും. ശേഷം ഗൃഹസ്ഥർക്കൊക്കെ ആണെങ്കിൽ വീട് വെക്കാനോ പണിയാനോ വാഹനം വാങ്ങാൻ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം ഒക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അതിന് പറ്റിയ സാഹചര്യം. അതുപോലെ തന്നെ നമ്മുടെ എതിരാളികൾ ജോലി സ്ഥലത്ത് അനുകൂലമല്ലാത്തവരുണ്ട്, അവരിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. വ്യാഴാഴ്ച തോറും പേരും നക്ഷത്രവും ചേർത്ത് ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തൻ ഗുരും പ്രണതോസ്മ്യഹം വ്യാഴസ്തോത്രങ്ങളെ കൊണ്ട് ഒരു 11 ദിവസം വ്യാഴാഴ്ച തോറും ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം വ്യാഴപട്ടണം വിട്ട് വെള്ളം, ചന്ദനം, പൂവ്, ധൂപം, ദീപം മുതലായവയാൽ പൂജാതി കർമ്മങ്ങൾ നടത്തി ദോഷകാഠിന്യം മാറ്റുകയും മഞ്ഞപ്പുഷ്യരാഗം ഒരു 2 വർഷത്തേക്കിന് വലത്തെ ചൂണ്ടുവിരലിൽ ധരിച്ചു വരുന്നതും വ്യാഴാഴ്ച ദിവസം അടുത്ത വിഷ്ണു ശ്രീകൃഷ്ണ ശ്രീരാമ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പുഷ്പാർച്ചനകൾ മുതലായതൊക്കെ ചെയ്യുകയും പാൽപ്പായസം മുതലായതും ഒക്കെ നടത്തി വന്നാൽ കാഠിന്യങ്ങൾ രേവതി നമ്പ്യാരുടെ മകളുടെ കുറയും. കോഴ്സ് പൂർത്തിയാക്കും. ഒരു 11 ദിവസമെങ്കിലും വ്യാഴാഴ്ച വ്യാഴഹോമമോ വ്യാഴപൂജയോ ചെയ്ത് വ്യാഴയന്ത്രം പുഷ്യരാഗരത്നധാരണം വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര പുഷ്പാർച്ചനകൾ അതുപോലെ എണ്ണവിളക്ക് മുതലായതൊക്കെ ചെയ്ത് കാഠിന്യങ്ങൾ മാറ്റാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക.